ഡോക്ടർ വേണുജി നായർ, നോക്കൂ, നമ്മൾ നേരത്തെ ഈ റൂം ഫോർ റിവർ ഒന്ന് പറഞ്ഞു പോയി. ഒരു മുഖ്യമന്ത്രി മറ്റൊരു രാജ്യത്തിലേക്ക് ചെന്ന് അവിടുത്തെ സാഹചര്യങ്ങൾ പഠിച്ച് അതിവിടെ അപ്ലൈ ചെയ്യാനാകും എന്ന് പ്രചരിപ്പിച്ചതാണ്. ആ സമയത്ത് പറഞ്ഞത് 2018 പ്രളയത്തിന് ശേഷം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ വിപുലീകരിക്കപ്പെട്ടു, ആധുനികവൽക്കരണം സാധ്യമായി എന്നൊക്കെയാണ്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൂം ഫോർ റിവർ നടപ്പിലാക്കാൻ ശ്രമിച്ച് നമ്മൾ റൂമാകെ റിവർ വന്ന് കയറുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതിങ്ങനെ പോയാൽ മതിയെന്ന ഭരണകൂടങ്ങളുടെ തീരുമാനമാണോ ഇതൊക്കെയും വിളിച്ചു വരുത്തുന്നത്? എന്ന് നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇതിനകത്തൊക്കെ ഒരു ഇനർട്ട്നെസ് നമുക്കുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാര്യം അതിൻ്റെ ബേസിക്കലി നമ്മൾ അതിൻ്റെ ഒരു ചരിത്ര നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 1000 കൊല്ലത്തെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത്രയും സുന്ദരമായ ഒരു കാലാവസ്ഥ ഇന്ത്യയിൽ തന്നെ ഈ 28 സംസ്ഥാനങ്ങളിൽ എത്ര ഉണ്ടായിരുന്ന ഒരു സ്ഥലം, സഹ്യസാനുക്കളിൽ വിരചിച്ചിരുന്ന ഒരു സ്ഥലം, അവിടെ യാതൊരു രീതിയിലുള്ള ഒരു കാലാവസ്ഥാപരമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള ഒരു ഹസാർഡ്സും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ വളരെ സുഖകരമായി നമ്മളെ കൊണ്ടുപോയിരുന്നു എന്ന്. അതെ, അന്ന് ആ കാലത്ത് നിന്ന് ഒരു മാറ്റം വന്നു കഴിഞ്ഞു. അപ്പം നമുക്കിതിനോട് അഡോപ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി നമുക്ക് ഇപ്പോഴും നമുക്കായിട്ടില്ല. കാര്യം ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൂപ്പർ സൈക്ലോൺ, ഒറീസ സൂപ്പർ സൈക്ലോൺ വന്ന സമയത്ത് 48 മണിക്കൂറിനുള്ളിലാണ് അവിടെ 1.5 ലക്ഷം ആളുകളെ ഒറീസ കോസ്റ്റിൽ നിന്ന് അവർ മാറ്റിയത്. കാര്യം അവർ നിരന്തരം വെസ്റ്റ് കോസ്റ്റിലും ഈസ്റ്റ് കോസ്റ്റിലുമുള്ള ആളുകൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സെൻട്രൽ ഇന്ത്യയിലെ ഡ്രൗട്ടുകൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ അവർ സിവിയർ സ്നോ സ്റ്റോംസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേരളം എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു. ആ സുന്ദരമായ സ്ഥലത്താണ് ഇത് വന്ന് പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇനി ഇതിനോട് യോജിച്ച് ജീവിച്ച് ശീലിച്ചില്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. ഇപ്പം തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ക്ലൈമറ്റ് മൈഗ്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു കൃഷ്ണരാജ്. ഞാൻ ഓൾറെഡി പറയുകയാണ്. കാര്യം നമ്മുടെ തീരദേശത്തുള്ള ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവിടെ അവർക്ക് ഇതിന് പോയി കഴിഞ്ഞാൽ അവർക്ക് ക്യാച്ച് കിട്ടുന്നില്ല. ക്യാച്ച് കിട്ടാതാകുമ്പോൾ അവരുടെ വരുമാനം കുറയുന്നു. വരുമാനം കുറഞ്ഞു കഴിയുമ്പോൾ അവർ ഈ അർബൻ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റിയിലേക്കും ഇവിടെ സെക്യൂരിറ്റി ആയിട്ടുമൊക്കെ ആളുകൾ അവിടുന്ന് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന തൊഴിൽ ഉപേക്ഷിച്ച് ആളുകൾ ഇങ്ങോട്ട് പോരുന്നു. ഇവിടെ കൊച്ചി സിറ്റി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അർബൻ ഏരിയയിൽ ലോക്കൽ വെള്ളം കയറി 1 തവണയോ 2 തവണയോ കയറിയാൽ സമ്മതിക്കും. 4ഉം 5ഉം തവണ കയറുമ്പോൾ ആളുകൾ മടുത്തു പോകും. അവരിവിടുന്ന് പാലക്കാടും തിരുവനന്തപുരത്തോട്ടും തൃശ്ശൂർ തമിഴ്നാട്ടിലോട്ടും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾ. സോ ഇങ്ങനെ കൃഷി ഇടുക്കിയിൽ നിന്ന് പല കർഷകരും എന്നെ വിളിക്കാറുണ്ട്. അവിടെയൊക്കെ അവർക്ക് ഏലം കൃഷിയൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവർ മടുത്തിട്ട് അവർ ഉപേക്ഷിക്കുകയല്ല. ഏത് മനുഷ്യനാണെങ്കിലും അവൻ്റെ വരുമാനമില്ലാത്തൊരവസ്ഥയും അവൻ്റെ ജീവിതത്തിൽ സമാധാനം ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ അവൻ അവിടുന്ന് ഉപേക്ഷിച്ച് പോകും. അപ്പോൾ ക്ലൈമറ്റ് മൈഗ്രേഷൻ അതിശക്തമായി ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ ശക്തമായ ഒരു മൈഗ്രേഷൻ ഇനി ക്ലൈമറ്റ് മൈഗ്രേഷൻ കേരളത്തിൽ ആരംഭിക്കും. അപ്പം ഇത് സമഗ്രമായ ഒരു പഠനം ഞങ്ങൾ തന്നെ കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ടൊരു 4 വർഷത്തെ പഠനം നടത്തി നമ്മൾ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനിയൊരു ഒരു അടിയന്തരമായ ഇതിൽ നമ്മളിതിനെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ കേരളത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടും. അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് നമ്മളെല്ലാം, അതായത് സിറ്റിസൺസും ഗവൺമെൻറ്റും ബ്യൂറോക്രാറ്റ്സും എല്ലാവരും ഒരുപോലെ നീങ്ങിയില്ലെങ്കിൽ നമ്മളെല്ലാം ഈ ദുരിതക്കയത്തിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാകുകയില്ല. കാര്യം അത്രമാത്രം കാലാവസ്ഥാ വ്യതിയാനം വന്നു കഴിഞ്ഞു. അതാണ് ആ ഒരൊറ്റ വാക്കുകൊണ്ട് ഞാൻ നിർത്തുന്നു. വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ പറഞ്ഞ് ഇനി നമ്മളുടെ കാലാവസ്ഥയുടെ ശരാശരി എന്ന് പറയുന്നത് അസാധാരണമായ കാലാവസ്ഥയായിരിക്കും എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ അതിനപ്പുറത്ത് നമ്മളൊരു കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അസാധാരണമായ കാലാവസ്ഥയെ സ്വീകരിക്കാൻ നമ്മൾ ഇനി എല്ലാ കാലത്തും തയ്യാറെടുക്കുകയാണ് ഇനി ജീവിതത്തിലൊരു വിജയമുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ കാർബൺ കുറയ്ക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കണം. ഇന്നിപ്പോൾ ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കാർബൺ 0 ആക്കുകയാണെങ്കിൽ അടുത്ത 50 വർഷം എടുക്കും അന്തരീക്ഷം നോർമലിലേക്ക് പോകാൻ. പക്ഷേ സമുദ്രങ്ങൾ 1000 വർഷത്തോളം എടുക്കും. അപ്പം നമ്മൾ പ്രകൃതിയിലുണ്ടാക്കിയിരിക്കുന്ന പരിക്കുകൾ നമുക്ക് ഏകദേശം ഊഹിക്കാമല്ലോ.